ശാന്തി. ഒരു നാട്ടിൽ ഒരു വലിയ തത്വചിന്തകൻ ജീവിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടതായ കാര്യങ്ങൾ അദ്ദേഹത്തോട് വന്ന് സംസാരിക്കുകയും ഡയറക്ഷൻസ് എടുക്കുകയും പോകുന്നതൊക്കെ ഒരു ചെറുപ്പക്കാരൻ കാണുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ വന്ന് ഈ തത്വചിന്തകനായിരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, എനിക്കെൻ്റെ ജീവിതത്തിൽ വിജയിയായിട്ട് മാറണം. അങ്ങ് ഒരുപാട് ആളുകൾക്ക് മാതൃകയായിരിക്കുന്നു, സക്സസ്ഫുൾ ആയിരിക്കുന്നു, കുറേ പേർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ വിജയിയാവാനുള്ളതായിരിക്കുന്ന വഴി എന്തെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയും. അപ്പോൾ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കൊരു മിനിറ്റ്, എന്നിട്ട് പറയും, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു തരാം. നാളെ രാവിലെ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ നദീതീരത്ത് നീയും വരണമെന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുളിക്കാൻ വേണ്ടി അദ്ദേഹം നദീതീരത്തിലെത്തി. ഈ ചെറുപ്പക്കാരനും ആ സ്ഥലത്ത് വന്നു. അപ്പോൾ അദ്ദേഹം കുളിക്കാൻ വേണ്ടി പുഴയിലേക്ക് ഇറങ്ങി. ചെറുപ്പക്കാരനോടും പറയും, നീയും വാന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ ആ നദിയിലിറങ്ങി വെള്ളത്തിൽ മുങ്ങാൻ നേരത്ത് അദ്ദേഹം പറയണം, നന്നായിട്ട് ആഴത്തിൽ മുങ്ങണം കേട്ടോ, എനിക്ക് രഹസ്യം പറഞ്ഞു തരാനുള്ള സമയമായി എന്ന് പറയും. അപ്പോൾ ഇവൻ നന്നായിട്ട് ആഴത്തിലേക്ക് ഇങ്ങനെ തല നന്നായി താഴ്ത്തി മുക്കുകയാണ്. അങ്ങനെ വെള്ളത്തിൽ പൂർണ്ണമായിട്ട് അവൻ കുനിഞ്ഞു എന്ന് കണ്ട വശം ഇദ്ദേഹം വളരെ ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ പവറിനേക്കാൾ എത്രയോ മടങ്ങായിരുന്നു ഇയാളുടെ വ്യക്തി. ഇയാൾ സ്വന്തം കൈ കൊണ്ട് അയാളുടെ തല വെള്ളത്തിൽ അങ്ങ് മുക്കി പിടിച്ചു. അയാൾ ഉയരാൻ നോക്കുമ്പോൾ സമ്മതിക്കുന്നില്ല. ഒരു പ്രാവശ്യം നോക്കി പറ്റുന്നില്ല. അയാൾക്ക് ആകെ കൂടി പരാക്രമമായി ഒന്നുകൂടെ നോക്കി ശ്രമിച്ചു, പറ്റുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം നോക്കി സാധിക്കുന്നില്ല. നാലാമത്തെ പ്രാവശ്യം മരിക്കും ഈ വെള്ളത്തിൽ മുങ്ങിയിട്ട് ശ്വാസം കിട്ടാണ്ടെന്ന് തോന്നിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ തൻ്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് ഒരൊറ്റ കുടച്ചിലാണ്. അപ്പോൾ ഈ സുഖരാത്ത് സൈഡിലേക്ക് വെള്ളത്തിലേക്ക് വീണുപോയി. അയാൾ പൊന്തി എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോൾ അയാളും എഴുന്നേറ്റു, തത്വചിന്തകനും എഴുന്നേറ്റു. ഈ ചെറുപ്പക്കാരനൊന്നും ആലോചിച്ചില്ല, ശ്വാസം വലിച്ചു കിട്ടി ഓടി കരയ്ക്ക് കയറി നിന്നു. ഇയാൾ ചിരിച്ചുകൊണ്ട് പതുക്കെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി വന്നു. അപ്പോൾ ചോദിക്കുകയാണ്, അല്ല, ആ വെള്ളത്തിൽ ഞാൻ നിന്നെ മുക്കി പിടിച്ചില്ലേ, ആ സമയത്ത് നിനക്ക് എന്തായിരുന്നു നിൻ്റെ മനസ്സിലെ വിചാരം എന്ന്. അപ്പോൾ ചെറുപ്പക്കാരൻ പറയും, എന്തു ചോദിക്കാൻ, എനിക്ക് ശ്വാസം കിട്ടുക എന്നല്ലാതെ വായു എന്നല്ലാതെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. രക്ഷപ്പെടണം, വായു കിട്ടണം, അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത എന്ന്. ഇത് തന്നെയാണ് വിജയത്തിൻ്റെ സീക്രട്ട്. ഏതൊരു കാര്യം അത് മാത്രമേ മനസ്സിലുള്ളൂ, മറ്റൊന്നുമില്ല എന്നുള്ള നിലയ്ക്ക് നീ അതിലേക്ക് പൂർണ്ണമായിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമർപ്പണത്തോടെ നീ എന്ത് കാര്യം ചെയ്യുന്നു, അവിടെ നിനക്ക് വിജയം സ്വന്തമായിരിക്കുമെന്ന്. വേണം എന്ന തീവ്രമായ ഇച്ഛ, അതൊന്നും അല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരവസ്ഥയുള്ളതായിരിക്കുന്ന സമർപ്പണം, അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന് നേടിത്തരുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും പകുതി മനസ്സോടെ ചെയ്യാതെ, പകുതി സമർപ്പണത്തോടെ ചെയ്യാതെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ സമർപ്പണത്തോടെ, പൂർണ്ണമായിട്ടുള്ള ഹാർഡ് വർക്കോട് കൂടെ ചെയ്യൂ, പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സഫലത കൈവരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.